പെരുമ്പാവൂരിൽ KSRTC യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റ് ആരംഭിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പുതുസംരംഭം ഉദ്ഘാടനം ചെയ്തു. കൃത്യമായ അളവിൽ കലർപ്പില്ലാത്ത പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് KSRTC യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റിന്റെ ലക്ഷ്യം. KSRTCയുടെ നൂതന സംരംഭമാണ് KSRTC യാത്രാ ഫ്യൂവൽസ്. കോർപ്പറേഷന്റെ പുനരുദ്ധാരണ പദ്ധതിയായ KSRTC റീസ്ട്രക്ചർ 2.0 വിഭാവനം ചെയ്തിട്ടുള്ള ഈ പദ്ധതി ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. കേന്ദ്ര പൊതുമേഖലയിലുള്ള എണ്ണ കമ്പനികളുമായി ചേർന്ന് സംസ്ഥാനത്തൊട്ടാകെ 75 റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാണ് സ്ഥാപിക്കുക. നിലവിൽ പ്രവർത്തിച്ചു വരുന്ന 14 ഔട്ട്ലെറ്റുകളോടൊപ്പം പെരുമ്പാവൂരിൽ സ്ഥാപിച്ച KSRTC യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റ് ഡിസംബർ 13 വെള്ളിയാഴ്ച വൈകിട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പുതിയ സ്ഥാപനം കൂടി KSRTC തുടങ്ങുകയാണ്. പെരുമ്പാവൂർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട് യാത്രാ ഫ്യൂവലിന്റെ പുതിയ പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുക. KSRTCയുടെ ടിക്കറ്റ് ഇതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയ ഒരു ഉത്തമമായ മാർഗമാണ് ഇത്തരത്തിലുള്ള പെട്രോൾ പമ്പ്. യാത്രാ ഫ്യൂവൽസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ചേർന്ന് തന്നെ 8-10 സ്ഥലങ്ങളിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇനി ഏതാണ്ട് 10ഓളം ഇടങ്ങളിൽ യാത്രാ ഫ്യൂവലിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി വരികയാണ്. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 3-4 എണ്ണം വളരെ അനുമതി ലഭിച്ച നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഇത് പെരുമ്പാവൂരിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സ്ഥലത്താണ് ഈ പമ്പ് വയ്ക്കാൻ കഴിയുക. ചില സ്ഥലങ്ങളിൽ മുമ്പ് പമ്പ് വെച്ചത് ഉള്ളിലേക്കായി. ഇപ്പോൾ ചടയമംഗലം പൊതുവായ പമ്പ് വെച്ചെങ്കിലും ആർക്കും പമ്പ് കാണാൻ പറ്റത്തില്ല. പമ്പ് അങ്ങ് ഉള്ളിലാണ്. അപ്പോൾ ആ പമ്പിനെ റോഡ് സൈഡിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തില്ല. അത് IOC തന്നെ അത് മാറ്റി സ്ഥാപിക്കാം എന്ന് സമ്മതിച്ചിരിക്കുന്നു. ബഹുമാനായ MLA ഈ പമ്പ് വളരെ മനോഹരമാണെങ്കിലും ബഹുമാനായ MLA ഇവിടുത്തെ ബസ് സ്റ്റേഷനെ കുറിച്ച് പറയുന്നത് പക്ഷേ കേരളത്തിൽ ഏറ്റവും മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഒരു ബസ് സ്റ്റേഷനായിരിക്കും പെരുമ്പാവൂർ ബസ് സ്റ്റേഷൻ. പക്ഷെ അതിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ ഞാനൊരു പ്രോഗ്രാം കാണുകയാണ്. അതിലെ ലേഖകൻ ഈ ബസ് സ്റ്റേഷനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു. ഞാൻ അത് പകർത്തി KSRTCയുടെ CMD കാണിക്കും. ഇവിടുത്തെ സെപ്റ്റി ടാങ്ക് പൊട്ടിക്കിടക്കുകയാണ്. സത്യത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ സെപ്റ്റി ടാങ്ക് പൊട്ടിക്കിടക്കുകയില്ല, പഴയ സെപ്റ്റി ടാങ്കാണ് ഇത് കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ അവിടെ എല്ലാം കച്ചവടം നടത്തുന്നവർ മാലിന്യം വാരി ചാക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് ചാനലുകാരെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ പറയുകയാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നത്. അതായത് അത് വൃത്തിയാക്കാൻ ചുമതലപ്പെടുത്തിയ ആൾ തന്നെ മാധ്യമങ്ങളോട് താൻ ഇരിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് മോശമായി പറയുന്നത്. എന്നാൽ എന്തുകൊണ്ട് അവർക്ക് ഇതൊന്ന് വൃത്തിയാക്കാമായിരുന്നു? ഞാനപ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ ബസ് സ്റ്റേഷൻ നവീകരിക്കേണ്ടതാണ് എന്ന MLAയുടെ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്നു. ഈ ബസ് സ്റ്റേഷൻ മാത്രമല്ല, കേരളത്തിൽ തകർന്നു കിടക്കുന്ന എല്ലാ ബസ് സ്റ്റേഷനും ആധുനികവൽക്കരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. പരമാവധി വേഗത്തിൽ ആധുനികവൽക്കരിക്കുക. ഈ ഒരു ബസ് സ്റ്റേഷൻ നന്നാക്കാൻ KSRTC കയ്യിൽ അത്രയ്ക്കധികം പണമില്ല. പക്ഷെ ഇപ്പോൾ ബ്രാൻഡിങ് എന്നൊരു സംവിധാനം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. കേരളത്തിലെ ഒരു പ്രവാസി വ്യവസായി നടത്തുന്ന ഏറ്റവും വലിയൊരു സ്ഥാപനം KSRTCയുടെ 12 സ്റ്റേഷനുകൾ ബ്രാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ മുഴുവൻ ടൈൽസ് ഒട്ടിച്ച് ഭിത്തിയിൽ ഗ്രാനൈറ്റ് എല്ലാം ഒട്ടിച്ച്, അതായത് ഭിത്തിയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റത്തില്ല. മന്ത്രിയുടെ പോസ്റ്റർ പോലും ഒട്ടിക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശമായി. ഞാൻ മന്ത്രിയായി വന്നപ്പോഴേ പറഞ്ഞു ബസ് സ്റ്റേഷനുകളിൽ ഗണേഷ് കുമാറിന്റെ പോസ്റ്റർ കണ്ടാൽ വലിച്ചെറി കളഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഒട്ടിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. പതികൂടുതലല്ലോ മന്ത്രിയുടെ തന്നെ പോസ്റ്റർ തിരികൊള്ളാൻ പറഞ്ഞ പിന്നെ വേറെ ആരും വയ്ക്കേണ്ടതാണ്. ഇപ്പൊ തൊഴിലാളികൾ റഫറൻഡം നടക്കുന്നുണ്ട്. ഒരു പോസ്റ്റർ ഒട്ടിക്കേണ്ട, പകരം അവർക്ക് അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ ഫ്ലെക്സ് ബോർഡ് വയ്ക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. റഫറൻഡം ഫെബ്രുവരി മാസത്തിൽ കഴിയുന്നതോടെ അതെല്ലാം എടുത്തു മാറ്റണം. KSRTC മാനേജിംഗ് ഡയറക്ടർ പ്രമോജ് ശങ്കർ IOFS ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. എൽദോസ് കുന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. IOCL സ്റ്റേറ്റ് ഹെഡ് ആൻഡ് CGM ഗീതിക വർമ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ആദ്യ വിൽപ്പന നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദ മോഹൻ, മുൻ MLA സാജു പോൾ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സാലിദ സിയാദ്, വാർഡ് കൗൺസിലർമാരായ അഭിലാഷ് പുതിയടത്ത്, മിനി ജോഷി, ജോൺ ജേക്കബ്, IOCL സ്റ്റേറ്റ് റീറ്റെയിൽ ഹെഡ് ദീപു മാത്യു, KSRTC ഫ്യൂവൽ ഡിവിഷൻ വർക്ക്സ് മാനേജർ ഐസക് മാത്യു, KSRTC മെക്കാനിക്കൽ എഞ്ചിനീയർ PM ദിൽഷാദ്, സെൻട്രൽ സോൺ CTO ആനന്ദൻ K, IOCL ഡിവിഷണൽ റീറ്റെയിൽ സെയിൽസ് ഹെഡ് അരുൺ കുമാർ B, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ് ഹെഡ് ബാലാജി N, പെരുമ്പാവൂർ ATO സാജൻ V സ്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് നമ്മുടെ ഈ KSRTC ഡിപ്പോയിൽ പുതിയതായി KSRTC
KSRTCയുടെ യാത്രാ ഫ്യൂവൽസിൻ്റെ ഔട്ട്ലെറ്റ് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. സംസ്ഥാനത്ത് KSRTC ഒട്ടേറെ നൂതന പദ്ധതികൾ ആരംഭിക്കുന്നുണ്ട്. ഏതു രീതിയിലും KSRTCനെ കൈപിടിച്ചുയർത്തുക എന്നുള്ള നയം, ഏതു രീതിയിലും സാമ്പത്തികമായി ലാഭമുള്ള ഒരു സ്ഥാപനം എന്ന രീതിയിൽ KSRTCനെ മാറ്റുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റും മന്ത്രിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് ഒട്ടേറെ പരാതികളും പരിഭവങ്ങളും ആവശ്യങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാൻ കഴിയും. വാഹനങ്ങളുടെ അപര്യാപ്തത, സമയനിഷ്ഠ, അല്ലെങ്കിൽ KSRTC ഡിപ്പോയിലുണ്ടാകുന്ന യാത്രാപരമായിട്ടുള്ള അസൗകര്യങ്ങൾ, നല്ല ഒരു KSRTC ഡിപ്പോയുടെ കുറവ്, ടോയ്ലറ്റിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ഒട്ടേറെ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് ഒരിക്കൽ. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച KSRTC ഡിപ്പോകളിൽ ഒന്നായിരുന്നു ഈ KSRTC. വളരെ മനോഹരമായി വൃത്തത്തിലുള്ള ഒരു കെട്ടിടം. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ മോശമാണ്. നമുക്കറിയാം, നിർമ്മിക്കുക എളുപ്പമാണ് പണമുണ്ടെങ്കിൽ, മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. KSRTC ജീവനക്കാർ, വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക സംഘടനാ ഭാരവാഹികൾ, നാട്ടുകാർ അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുണമേന്മയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൃത്യമായ അളവ് തൂക്കത്തിലും കലർപ്പില്ലാതെയും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരുമ്പാവൂരിൽ KSRTC യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റ് തുറന്നിട്ടുള്ളത്. ഭാവിയിൽ ഹരിത ഇന്ധനങ്ങളായ CNG, LNG, ഇലക്ട്രിക് ഫാസ്റ്റ് ചാർജിംഗ് എന്നിവയും ഈ ഔട്ട്ലെറ്റുകൾ വഴി ലഭ്യമാകും. And this is the 14th ROCP which will be commissioning, and Indian Oil is the energy of India as such. Everybody is aware of that. And to tell you that we are associated with KSRTC for 7 decades. That means almost 70 years. And we look forward to further strengthen our association with KSRTC. And I am grateful to the Honorable Transport Minister to help us enroll the non-fuel revenues, the servos and any more such products to the kitty of ROCP. I once again thank our Honorable Minister and the MD KSRTC for sparing their precious moments for inauguration of this 14th ROCP. കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് KSRTC എന്ന പോലെ ഇന്ധന വിതരണ രംഗത്ത് KSRTC യാത്രാ ഫ്യൂവൽസിനെ ഒരു പ്രമുഖ ശക്തിയാക്കി വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.